ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്റർനെറ്റിലെ തന്നെ ഏറ്റവും ബ്രെയിൻ റോട്ട് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയാണ്, വിച്ച് ഈസ് 2K കിഡ്സ് വേഴ്സസ് 90s കിഡ്സ്. ഈ ടോപ്പിക്കിന് ഇത്രയും ബ്രെയിൻ റോട്ട് ആക്കാൻ കാരണം 90s കിഡ്സ് തന്നെയാണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൈറ്റിലിൽ തന്നെ ഒരു ഫ്ലോ ഉണ്ട്. ലൈക്ക് 2K കിഡ്സ് എന്ന് പറയുന്നത് ഓക്കെയാണ്, ബിക്കോസ് 2007 ശേഷം ജനിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും പിള്ളേരാണ്. പക്ഷെ വാട്ട് ഈസ് ദിസ് 90s കിഡ്സ് മാൻ? ഈ ലോകത്ത് ഒരു കുട്ടിയില്ല ഹൂ ഇസ് ബോൺ ഇൻ 90s. ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ഒരു കൊച്ച് ഇല്ല 90s ജനിച്ചത് ഇപ്പൊ ഈ ലോകത്ത്. സോ കോളിംഗ് പീപ്പിൾ ഹു ബോൺ ഇൻ 90s കിഡ്സ്, it doesn't make sense. So first of all, call them let's be respectful, right? 90s adults. And ഇതിനെപ്പറ്റി കൂടുതൽ റാൻഡ് ഞാൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം. ദാറ്റ് വീഡിയോ എക്സ്പ്ലെയിൻസ് എ ലോട്ട് അബൌട്ട് ദിസ് ടോപ്പിക്. അതിനുശേഷം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഈ വിഷയത്തിലുള്ള ഞാൻ തരാം. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. 90s കിഡ്സ് വളർന്ന ആണുങ്ങളായപ്പോൾ 2K കിഡ്സ് വളർന്ന കോമാളികളായി. 90s കിഡ്സ് ജീവിതത്തിന്റെ ഭാരം ചുമന്നപ്പോൾ 2K കിഡ്സ് ഇൻസ്റ്റയുടെ ട്രെൻഡ് തൂക്കി കിടക്കുന്നു. അവർ റെസ്പെക്ട് ഞാൻ ചെയ്തപ്പോൾ നീയൊക്കെ ലൈക്കിന് വേണ്ടി കിടന്ന് യാചിക്കുന്നു. അവർ യഥാർത്ഥ ജീവിതത്തിൽ യുദ്ധം ചെയ്തപ്പോൾ നീയൊക്കെ കമന്റ് ബോക്സിന്റെ അടിയിൽ കിടന്ന് അടിയുണ്ടാക്കും. സത്യം പറഞ്ഞ 2K കിഡ്സ് എല്ലാം പകുതിയും പൊട്ടാൻ. 90s കിഡ്സ് വളർന്ന ആണുങ്ങളായപ്പോൾ 2K കിഡ്സ് like this is the problem, man. This is the fucking problem. Like ഇവനിപ്പോ എന്ത് പറഞ്ഞ 2K കിഡ്സ് മണ്ടന്മാരാണ്. ഓക്കെ, 2K കിഡ്സ് മണ്ടന്മാരാണ്. വാട്ട് അബൌട്ട് 90s കിഡ്സ്? 90s കിഡ്സ് വാട്ട് അബൌട്ട് ദം? ഒരു 6 വർഷം മുമ്പ് ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. ഇതിലെ മിക്ക യൂസേഴ്സും ഈ പറഞ്ഞ 90s കിഡ്സ് ആണ്. ഇതിലെ മെജോറിറ്റി യൂസേഴ്സ്. ആൻഡ് ഞാൻ ടിക്ടോക്കിൻ്റെ അകത്തുള്ള കണ്ടന്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായവരാണെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടാവില്ല, യൂട്യൂബ് അടിച്ച് നോക്കിയാൽ. അല്ലാത്തവർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ടിക്ടോക്കിലെ കണ്ടന്റിനെ പറ്റി അറിയായിരിക്കും. സോ ഈ കണ്ടന്റ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ 90s കിഡ്സ് ആണ്. പിന്നെ 2K കിഡ്സിന്റെ ഫാഷൻ ആയിരുന്നു നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ. 2K കിഡ്സിന്റെ ഫാഷൻ ഭയങ്കര ഓറ, എല്ലാം എസ്തെറ്റിക്, ബാഗി ജീൻസ്, ബാഗി ഷർട്ട്. ഈ ബുദ്ധിയുള്ള 90s കിഡ്സിന്റെ ഫാഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ കൂടുതൽ, ഒരു 8 വർഷം മുമ്പ്, 7 വർഷം മുമ്പ് സ്കിന്നി ജീൻസ്, ടൈറ്റ് ഷർട്ട്, ടൈറ്റ് ഷർട്ട്, സ്പൈക്ക്, മുടിയൊക്കെ സ്പൈക്ക് ആയിരിക്കും. നോർമൽ ഹെയർ കട്ട്, സ്പൈക്ക് ഫുൾ കളർ ചെയ്ത് ലൈക്ക് കൂർപ്പിച്ച്. ലൈക്ക് മൈ പോയിന്റ് ഈസ്, എല്ലാവരും അതിപ്പോൾ 2K കിഡ്സ് ആണെങ്കിലും 90s കിഡ്സ് ആണെങ്കിലും 80s കിഡ്സ് ആണെങ്കിലും അവരുടെ കൗമാരപ്രായത്തിൽ, അവരുടെ 20s ദേ വിൽ ബി കിഡ്സ് പീരിയഡ്. അവരുടെ ചെറുപ്പകാലമാണ്, അവർ എല്ലാ മിസ്റ്റേക്സും ഉണ്ടാക്കുന്ന പ്രായമാണത്. ആൻഡ് ദേ ആർ ജസ്റ്റ് ഡൂയിങ് ദ മിസ്റ്റേക്സ് ദേ മസ്റ്റ് ഡു, ആൻഡ് അതിൽ തെറ്റെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാര്യം ഈ പറഞ്ഞ 90s കിഡ്സ് ആണെങ്കിലും 80s കിഡ്സ് ആണെങ്കിലും എത്ര കാലം മുമ്പ് പോവാണേലും ആൾക്കാർ അവരുടെ 20s ടീൻസിലും they messed up, they made mistakes, they fucked up, and അതാണ് ലൈഫ്. അല്ലാതെ ഈ പറഞ്ഞ 90s കിഡ്സ് അവരുടെ ചെറുപ്പകാലത്ത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു. അല്ല, they did every fucking dumb thing that 2K kids are doing right now, and I don't see what's the problem in that. Because അക്കാലത്ത് ഇവർ 90s കിഡ്സിന്റെ കാലത്ത് ഇവരുടെയൊക്കെ കൗമാരപ്രായം ഉണ്ടല്ലോ, ഈ പറഞ്ഞ 90s കിഡ്സിന്റെ, അവരുടെ കൗമാരക്കാലത്ത് ഇതുപോലെ ഫോൺ ഉണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് ജീവിച്ചിരുന്ന 30 വയസ്സുള്ള ആൾക്കാർക്ക് ഇതുപോലെ വീഡിയോ ഉണ്ടാക്കിയിടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തും ഇതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. ലൈക്ക് തങ്ങളുടെ യങ്ങർ ജനറേഷൻ ഇതുപോലെ ബാഷ് ചെയ്ത് അവരെ കൊച്ചാക്കി, ഞങ്ങൾ അവരെക്കാളും എന്തോ സുപ്പീരിയർ ബീയിങ്സ് ആണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത് പണ്ട് തൊട്ടുണ്ട്. ലൈക്ക് എൻ്റെ അപ്പൂപ്പൻ്റെ തലമുറക്കാരും എൻ്റെ അപ്പൻ്റെ തലമുറക്കാരും അവർ തമ്മിലുണ്ട് ഈ റൈവലറി പോലത്തെ സംഭവം. ലൈക്ക് പ്രായമുള്ള തലമുറ എപ്പോഴും പ്രായം കുറഞ്ഞ തലമുറനെ ഇൻഫീരിയർ ആയിട്ടേ കാണുള്ളൂ. ബട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ മാൻ, ഇറ്റ്സ് നോട്ട് ലോജിക്കൽ. ബിക്കോസ് പ്രായം എല്ലാവർക്കും ആവും, റിഗാർഡ്ലെസ് ഓഫ് വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നോ. പ്രായം എല്ലാവർക്കും ആവും. ഈ പറഞ്ഞ 2K കിഡ്സും വളരും, അവരും റെസ്പോൺസിബിൾ ആവും, അവരും ജോലി നേടും, അവരും പൈസ ഉണ്ടാക്കും. ബട്ട് ഇപ്പം അവർ ചെയ്യുന്നത് അവരുടെ കൗമാരം അല്ലെങ്കിൽ അവരുടെ 20s അവർ എൻജോയ് ചെയ്യുവാണ്. ലെറ്റ് us enjoy man. I am part of it. എനിക്കറിഞ്ഞൂടാ ഞാൻ എന്തുകൊണ്ടാണ് അവരെന്നൊക്കെ പറഞ്ഞ വിഷയത്തിൽ ഞാൻ അവരുടെ ഭാഗമാണ്.
ലൈക്ക് ലെറ്റ് us എൻജോയ് മാൻ. ലൈക്ക് നിങ്ങൾ എന്നാത്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ബാഷ് ചെയ്യുന്നത്, ഞങ്ങളെ പൊട്ടന്മാരായിട്ട് ഇങ്ങനെ പൊട്ടന്മാരാന്നൊക്കെ പറയുന്നത്? ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് മാൻ. ബിക്കോസ് ഈ പറഞ്ഞ ഇവനുണ്ടല്ലോ, ഇവനെ ഇപ്പൊ ഒരു 5 വർഷം മുമ്പ് ഇവന്റെ വീടിന്റെ അടുത്ത് പോയി നോക്കുകയാണെങ്കിൽ ഇവന്റെ വീടിന്റെ അടുത്തൊരു മാടക്കട ഉണ്ടാവും. അവൻ അതിന്റെ പുറകെ പോയി സിഗരറ്റ് വലിക്കുന്നുണ്ടായി ഗെയിമായിട്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇവനൊക്കെ ടിക്ടോക്ക് വീഡിയോ ഉണ്ടാക്കുമായിരുന്നു. ടിക്ടോക്കിന്റെ പണ്ടിട്ട് വീഡിയോസ് ഒക്കെ കാണാൻ എന്തോ വഴിയൊക്കെ ഇല്ലേ, APK ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവന്റെ ടിക്ടോക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരുമാതിരി ക്രിഞ്ച് പാട്ടിനൊക്കെ ലിപ്സിങ്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവന്റെ ഒക്കെ ഫാഷൻ ഒരു 6 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ സ്കിന്നി ജീൻസ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ. ഐ തിങ്ക് ഇവന്റെ അക്കൗണ്ടിൽ തന്നെ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കി ഇവന്റെ സ്കിന്നി ജീൻസ് ഒക്കെ ഇട്ടിട്ട്. ലൈക്ക് ലുക്ക് അറ്റ് ദിസ് ഷിറ്റ് മാൻ, ലുക്ക് അറ്റ് ദിസ് ഷിറ്റ്. ആൻഡ് ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് സംതിങ് ബാഡ്. എന്റെ ഫാഷനും ലോകത്തെ ബെസ്റ്റ് ഫാഷൻ ഒന്നുമല്ല. എനിക്ക് ഫാഷനിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത മനുഷ്യനാണ്. പക്ഷെ മൈ പോയിന്റ് ഈസ്, എല്ലാവരും അവരുടെ കുട്ടിക്കാലത്ത് മിസ്റ്റേക്സ് കാണിക്കും. ടീൻസിൽ 20s അവർ മിസ്റ്റേക്സ് കാണിക്കും. ആൻഡ് ദാറ്റ്സ് നോർമൽ. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലഹരിയുടെ കേസ്, ഈ പൊതുവെ ഒരു പെർസെപ്ഷൻ ഉണ്ട്. ലൈക്ക് 2K കിഡ്സ് എന്തോ ഭയങ്കര ലഹരിക്ക് അടിമപ്പെട്ട് പിഴച്ചു പോയ ഒരു ജനറേഷനാണ്. ബാക്കി എല്ലാ ജനറേഷനിലും മുഴുവൻ പുണ്യാളന്മാർ. ലൈക്ക് ഈ കാലഘട്ടത്തിൽ ഈ ലഹരി കേസ് ഇത്രയും വ്യാപകമായ ഇതിന്റെ അവയർനെസ് ഇതൊക്കെ വരാൻ കാരണം എന്താണെന്നറിയോ? ഈ ലഹരി ഉപയോഗം കൂടിയതല്ല. മേ ബി അതൊരു കാരണമാവട്ടെ. പക്ഷെ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ലഹരിക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് അവര് പോലീസും ഈ ഡ്രഗ്സ് വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയൊക്കെ പിടിക്കാനും കണ്ടെത്താനും അവർക്ക് കൗൺസിലിംഗ് നൽകാനുള്ള ഒക്കെ സ്കീം നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു ഇക്കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കേസസ് വരുന്നത്. ഈ 2K കിഡ്സ്, ഈ ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാരെ ഈ ലഹരി കേസിനെ പിടിക്കുന്നതിന് കാരണം ഈ ലഹരി ഉണ്ടാക്കിയ കാലം തൊട്ട്, അതിപ്പോൾ സിന്തറ്റിക് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഈ ലഹരി ഉണ്ടാക്കിയ കാലം തൊട്ട് ഈ 2K കിഡ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ 90s കിഡ്സ്, 80s കിഡ്സ്, 70s കിഡ്സ്, 60s കിഡ്സ് എല്ലാ കിഡ്സും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാലഘട്ടത്തിൽ ഇതിന് അവയർനെസ് കൂടി ഇത് പിടിക്കാനുള്ള. അത് കാരണമാണ് ഇപ്പം ഈ ഒരു ഞങ്ങളുടെ കാലഘട്ടത്തെ പിള്ളേരെ കൂടുതൽ പിടിക്കുന്നത്. കൂടുതൽ ഞങ്ങളുടെ ജനറേഷൻ എന്തോ ലഹരിക്ക് അടിമപ്പെട്ടവരായിട്ട് ആൾക്കാർ കാണുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് ഇതൊക്കെ ഒരു ഫക്കിംഗ് റേജ് ബൈറ്റ് ആണ് മാൻ. ഇതൊക്കെ ഫക്കിംഗ് റേജ് ബൈറ്റ് ആണ്. ലൈക്ക് ഇവന്റെ കാര്യം തന്നെ നോക്ക്. ഇവനെ കണ്ടാൽ തന്നെ ഒരു 90s കിഡാണ് കണ്ടാൽ പറയില്ല. ഇവന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ എന്റെ പ്രായമാണെന്നൊക്കെ തോന്നുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവൻ 90s ആണെന്ന് പറയുന്നതിന്റെ കാരണം എനിക്കറിഞ്ഞൂടാ. പക്ഷെ മേ ബി ആയിരിക്കും, ആണോ. പക്ഷെ ഇവന്റെ ഒക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനൊക്കെ ഈ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള വെറുതെ ഇൻസെക്യൂർ ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള പിള്ളേരെ, എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ ഇവനൊക്കെ എന്നായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഇട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഇവൻ്റെയൊക്കെ തന്നെ ഒരു കോഴ്സ് കാണും. ഇവന്റെ പേജിൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു കോഴ്സ് കാണും, ഏതെങ്കിലും വീഡിയോയുടെ കമന്റ് സെക്ഷനിലൊക്കെ. എന്നിട്ട് ഇവൻ ആ കോഴ്സിലോട്ട് ഈ പറഞ്ഞ വൾണറബിൾ ആയിട്ടുള്ള പിള്ളേരെ അട്രാക്ട് ചെയ്ത് ഇവൻ പൈസ ഉണ്ടാക്കും. അതാണ് ഇവന്റെ ട്രിക്ക്. അല്ലാതെ ഇവൻ വലിയ മില്യനറോ പറയുന്നതല്ല. ഇവനൊക്കെ ആൻഡ്രൂ ടേറ്റിന്റെ സ്കീം ഉപയോഗിച്ച് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ഗണത്തിൽപ്പെടുന്നവനാണ് ഇവൻ. എന്നിട്ടാണ് ഇവൻ 2K കിഡ്സിന്റെ മണ്ടന്മാർ തന്നെ. ഇവരൊക്കെ ഏറ്റവും വലിയ മണ്ടം. കേരളത്തിൽ വന്ന് മലയാളികളെ ഈ കോഴ്സിന്റെ കേസൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുവാണെങ്കിൽ ഇവിടെ നടപടിയാവില്ല. അങ്ങ് അമേരിക്കയിലൊക്കെ അവിടുത്തെ മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. ക്ലാസിംഗ്, കോച്ചിങ്, 1-to-1 മെന്റർഷിപ്പ്, കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി ഫോർ യങ് ജനറേഷൻ ഓൺലി ഫോർ സെലക്ടഡ് മെമ്പേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ ഇങ്ങനെ പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ കോഴ്സ് കയറ്റി അങ്ങനെയാണ് ഇവൻ പൈസ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഇവനെ കുറ്റം പറയൂല, ഞാൻ ഇവനെ ഒരിക്കലും കുറ്റം പറയില്ല. ഇവൻ പൈസ ഉണ്ടാക്കുവാണെങ്കിൽ ഗുഡ് ഫോർ ഹിം. പൈസ ഞാൻ പറയട്ടെ, പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇനി ചെയ്യുകയുള്ളൂ. സോ ഐ റെസ്പെക്ട് ഹിം ഫോർ ഹിസ് ഗ്രൈൻഡ് ആൻഡ് ഷിറ്റ്. ബട്ട് മാൻ 2K കിഡ്സിന് മണ്ടന്മാരെന്ന് വിളിക്കാതെ. ലൈക്ക് വി ഹാവ് ബ്രെയിൻ, വി നോ വാട്ട് യു ആർ ഫക്കിംഗ് ഡു, യു ആർ റേജ് ബൈറ്റിംഗ്. ആൻഡ് ഇവന്റെ വീഡിയോ നല്ല ക്ലിയർ റേജ് ബൈറ്റ് കേട്ടോ. മറ്റേ ഇത് പറഞ്ഞ റീച്ച് കിട്ടാൻ വേണ്ടി തന്നെ റേജ് ബൈറ്റ് ചെയ്തതാണ് ഇവൻ. പിന്നെ അവൻ പറഞ്ഞ ഈ കേസ് ഒരുപാട് പേര് സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ആൻഡ് ഇറ്റ്സ് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പം അതിൻ്റെ അകത്തോട്ട് ഇതുപോലത്തെ കളവന്മാർ കയറി വന്ന് നമ്മളൊരുമാതിരി ആക്ഷേപിച്ച് ബാഷ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇറ്റ് ഹേർട്സ് മാൻ, ഇറ്റ് ഹേർട്സ്. സോ പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ് ഗൈസ്, സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ആൻഡ് പേഴ്സണലി എനിക്ക് ഇവരോട് ആരോടും ഹേറ്റ് ഒന്നുമില്ല. 90s കിഡ്സ് ആണെങ്കിലും
80s കിഡ്സ് ആണ് 70s കിഡ്സ് ആണ് എല്ലാം നമ്മുടെ അപ്പൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആൾക്കാരാണ്. സോ ഐ റെസ്പെക്ട് എവരിബഡി, ഓൺലി ലവ്. സോ എനിക്കിതൊന്ന് പറയണമെന്നേ ഉണ്ടായതുള്ളൂ. യാ, താങ്ക്സ്, ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.